വാർത്തകളിലേക്ക് വീണ്ടും. പത്തനംതിട്ട തിരുവല്ലയിൽ 9ാം ക്ലാസ്സുകാരിയുടെ തിരോധാനത്തിൽ തട്ടിക്കൊണ്ടുപോകലിന് കേസെടുത്ത് പോലീസ്. പ്രതികളുടെ ചിത്രം പുറത്തുവിട്ടു. തൃശൂർ സ്വദേശികളെന്ന് സംശയിക്കുന്ന യുവാക്കളെ തിരിച്ചറിയുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കണമെന്നാണ് നിർദ്ദേശം. സ്കൂളിൽ പോയ പെൺകുട്ടി തിരിച്ചെത്തിയില്ല എന്ന പരാതിയിലാണ് അന്വേഷണം. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, പോലീസ് എന്താണ് പറയുന്നത്? ഇന്നലെ രാവിലെ 11 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ സ്കൂളിൽ നിന്ന് പരീക്ഷ കഴിഞ്ഞ 9ാം ക്ലാസ്സുകാരി, അവർ തിരുവല്ല കാവുംഭാഗം സ്വദേശിയാണ്. ആ കാവുംഭാഗം സ്വദേശിയായ 15 വയസ്സുകാരിയെ കാണാതായത്. എന്തായാലും പോലീസ് ആ ഒരു ഘട്ടത്തിൽ തന്നെ CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ ശേഖരിച്ചിരുന്നു. ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് 2 യുവാക്കളെ ആദ്യഘട്ടത്തിൽ തിരിച്ചറിഞ്ഞു. അതിനുശേഷം ഇവർക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. ഈ 2 പേരും തൃശൂർ സ്വദേശികളാണെന്നുള്ള ഒരു പ്രാഥമിക വിവരം മാത്രമാണ് ലഭിക്കുന്നത്. ഇപ്പോൾ CCTVയുടെ കൂടുതൽ ദൃശ്യങ്ങൾ ലഭിക്കുന്നുണ്ട്. ഈ പെൺകുട്ടി ആ മേഖലയിൽ നിന്ന്, സ്കൂളിന്റെ പരിസരത്ത് നിന്ന് ബസ്സിൽ കയറുമ്പോൾ ആ 2 യുവാക്കളും അതിലുണ്ടായിരുന്നു, ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ 2 യുവാക്കളെയും അതുപോലെ തന്നെ ഈ പെൺകുട്ടിയെയും കണ്ടു കിട്ടുന്നവർ കൃത്യമായ രീതിയിൽ തിരുവല്ല DYSPയെ അറിയിക്കണം, അല്ലെങ്കിൽ പോലീസിനെ ഉടനടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും പോലീസ് കാടടച്ചൊരു തിരച്ചിൽ, അല്ലെങ്കിൽ നാടാകെ ഒരു തിരച്ചിൽ നടത്തിയിട്ടും ഇവരെ കാണാൻ കഴിഞ്ഞില്ല. എന്തായാലും ഈ തിരുവല്ലയിൽ നിന്ന് ഒരു മേഖലയിലേക്ക് മാറി സ്കൂൾ യൂണിഫോം മാറ്റിയാണ് ഈ പെൺകുട്ടി യാത്ര തുടർന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും തട്ടിക്കൊണ്ടുപോകലിന് പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. ബന്ധുക്കളുടെ പരാതി ഇപ്പോൾ തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്ന് വിവിധ മേഖലകളിലുള്ള അന്വേഷണം തുടരുകയാണ്. പെൺകുട്ടിയെ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ 2 യുവാക്കൾക്കായുള്ള തിരച്ചിൽ, അതാണ് പോലീസ് പറയുന്നത്. ഈ 2 യുവാക്കളെ കണ്ടുകിട്ടുന്ന ആളുകൾ കൃത്യമായ രീതിയിൽ പോലീസിനെ വിവരം അറിയിക്കണമെന്നൊരു നിർദ്ദേശമാണ് പോലീസ് ഇപ്പോൾ നൽകുന്നത്. ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.